ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് സിനിമകളെക്കുറിച്ചാണ്. ഒന്ന് മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമ, രണ്ടാമത്തത് ബസൂക്ക എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമ. ഈ രണ്ട് സിനിമകൾക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന, ഒരു സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ഈ രണ്ട് സിനിമകൾ എന്തുകൊണ്ടാണ് ഇത്രയും റിലീസ് ഡേറ്റ് മാറ്റി ഇതൊരു ആളുകളെ കുഴപ്പിക്കുന്ന രീതിയിൽ. കാരണം ഇത് രണ്ടും, മമ്മൂട്ടിയുടെ ബസൂക്കയാണെങ്കിലും മോഹൻലാലിൻ്റെ തുടരുവാണെങ്കിലും, ആളുകളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെ ഫാൻസും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളാണ് തുടരും ബസൂക്ക. ഇത് ഇവർക്ക് എന്തുകൊണ്ട്, ഈ ബസൂക്കയാണെങ്കിൽ ഉടനെ തന്നെ ഫെബ്രുവരി 14 റിലീസ് ചെയ്യുമെന്ന് തീരുമാനിച്ച സിനിമ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏപ്രിൽ 10 മാറ്റിയിരിക്കുന്നത് റിലീസ് ഡേറ്റ്? ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ തന്നെ ഇത് ഇത്രയും പോസ്റ്റ് പ്രൊഡക്ഷനും ഇത്രയും പ്രീ പ്രൊഡക്ഷനും വരുമെന്ന് അവർക്ക് നേരത്തെ അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവർ ഫെബ്രുവരി 14 എന്ന് പറഞ്ഞ ഡേറ്റ് അവർ പ്രഖ്യാപിച്ചു? അല്ലെങ്കിൽ തന്നെ തുടരുവാണെങ്കിൽ ഇവർ ജനുവരി 30 റിലീസ് ചെയ്യുമെന്ന് ഇവർ എന്തുകൊണ്ട് ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിൽ അവർ പ്രഖ്യാപിച്ചു? ഇത്രയും പോസ്റ്റ് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലെന്നത് നേരത്തെ സംവിധായകൻ വെളിപ്പെടുത്തിയ കാര്യമാണ്. അതിൻ്റെ കുറച്ച് ബിസിനസ്സുകൾ നടക്കാനുണ്ടെന്നുള്ള കാര്യം അവർ വെളിപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഈ സിനിമ, ഈ മോഹൻലാൽ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രയും വിശ്വസ്തതയുള്ള സിനിമയാണ്. അത് എങ്ങനെ ഇറക്കിയാലും അത് ഹിറ്റാവും, 100% ഹിറ്റാവാൻ സാധ്യതയുള്ള സിനിമയാണ്. അത് എങ്ങനെയായാലും അത് സിനിമ ഇറക്കിയിട്ടാണെങ്കിൽ പോലും OTT വിറ്റ് പോകുമെന്നുള്ള പ്രതീക്ഷ എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ സിനിമ ഇറക്കുന്നില്ല? കാരണം അത് നല്ലൊരു ടീമിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ സിനിമയാണ്. ആ സിനിമ ഒരു ആപ്പ ഡയറക്ടർ പ്രൊഡ്യൂസർ അല്ല ആ സിനിമയ്ക്കുള്ളത്, രജപുത്ര ഫിലിംസാണ്. രജപുത്രയുടെ ബാനറിൽ രഞ്ജിത്താണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ചെറിയ ടീമുകളല്ല. എന്നിട്ടും എന്തിനാണ് അവർ ഈ റിലീസ് ഡേറ്റ് മാറ്റുന്നത്? ഈ OTT കച്ചവടം നടന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് OTT കച്ചവടം പിന്നെ നടത്താമല്ലോ. ആ സിനിമയ്ക്ക് അത്രയും പ്രതീക്ഷയുള്ള സിനിമയല്ലേ. ആ സിനിമ എന്തുകൊണ്ട് അവർ റിലീസ് ഡേറ്റ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നു? ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു സിനിമ ഇങ്ങനെ റിലീസ് ഡേറ്റ് മാറ്റി അവസാനത്തോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരു വിജയം എന്നുള്ളത് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഒരു സിനിമ റിലീസ് ഡേറ്റ് മാറ്റി കൊണ്ടുപോകുന്നു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അതിൻ്റെ ബിസിനസ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ആ സിനിമയുടെ വിജയത്തെ പോലെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി 14 ഇറങ്ങുമെന്ന് പറഞ്ഞു, അത് 21 ആക്കുമെന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല, ഒരാഴ്ച കേൾക്കും. ഇപ്പോൾ എന്താ അത് ഏപ്രിൽ 10 ആക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ എന്തുകൊണ്ടെങ്കിലും വിളിച്ച് പറയാം, ഇതുപോലുള്ള സിനിമ നമുക്ക് റിലീസ് ആവാത്തത് കൊണ്ടുള്ള വിഷമത്തിൽ നമുക്ക് എന്തുകൊണ്ടെങ്കിലും വിളിച്ച് പറയാം. പക്ഷെ അവർക്ക് അതിൻ്റെ പ്രൊഡ്യൂസറിനെ അതിനുള്ള വിഷമം അറിയാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും കാത്തിരിക്കുന്ന മലയാളികളെ എന്തുകൊണ്ട് പിന്നെ അവർ ഫെബ്രുവരി 14 റിലീസാവുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചു? അതിൻ്റെ പ്രൊഡ്യൂസറാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു മറ്റേ സരിക്കമ്മ എന്ന് പറയുന്ന അവരാണെന്ന് തോന്നുന്നു. അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഈ ഫെബ്രുവരി 14 റിലീസാക്കുന്നത്. അവരുടെ വാക്കിനൊക്കെ എന്ത് വിലയാണുള്ളത്? അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കരുത്. പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞ് ബിസിനസ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ചിത്രങ്ങളുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാവൂ. എന്തുകൊണ്ടാണ് അവർ റിലീസ് ഡേറ്റ് നേരത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ആഴ്ചത്തോട്ട് മാറ്റുന്നു, വീണ്ടും 2 മാസം കഴിഞ്ഞ് മാറ്റുന്നു? ഇതിനൊക്കെ റിലീസ് സ്ലോട്ടുകളൊക്കെ ഉണ്ട്. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിൽ മാത്രമേ ഒരു സിനിമ റിലീസ് ചെയ്താൽ മാത്രമേ ആ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ഫെബ്രുവരി 14 എന്ന് പറഞ്ഞ സ്ലോട്ട് നല്ലൊരു സ്ലോട്ടാണ്. ആ സിനിമ ആ സമയത്ത് വലിയൊരു സിനിമകളൊന്നും റിലീസ് ആവുന്നില്ല. ഈ സമയത്ത് ഫെബ്രുവരി 14 ബസൂക്ക റിലീസായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫെബ്രുവരി 21 ആണെങ്കിൽ പോലും വലിയ സിനിമകൾ റിലീസ് ആവാനില്ല. ഇനി മാർച്ച് ഏപ്രിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ സിനിമ റിലീസ് ആവുന്നുണ്ട്. മാർച്ച് 27 എമ്പുരാൻ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പല ചിത്രങ്ങളും മാർച്ചിലും ഏപ്രിലും ആയിട്ട് പല സിനിമകൾ, വലിയ സിനിമകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സിനിമകൾ കൊണ്ട് ഇറക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇത് സംഭവിക്കുന്നത്? അപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇതിപ്പം ഏപ്രിൽ 10 അവർ ഇറക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നതെങ്കിൽ, തുടരും എന്ന് പറഞ്ഞ സിനിമ എപ്പോഴാണെന്ന് പോലും അറിയണ്ട. കാരണം ഈ സിനിമയ്ക്ക് ഒരു സ്ലോട്ട് വേണ്ടേ? ഈ ഏപ്രിൽ 10 ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ മെയ്യും കഴിഞ്ഞ്, മെയ്യിലും ഇതിലൊക്കെ മോഹൻലാലിന് വേറെ റിലീസുകളുണ്ട്. അപ്പോൾ ആ റിലീസുകളൊന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ ഏത് സ്ലോട്ടിൽ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇറക്കും? ഈ രണ്ട് സിനിമകളിലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂട്ടിയുടെ സിനിമ ബസൂക്കയ്ക്ക് വേണ്ടി ഞാൻ ഏറെ കാത്തിരുന്ന ഒരു സിനിമയാണ്. ആ സിനിമ എന്തുകൊണ്ട് അവർ ഫെബ്രുവരി 14 നിന്നും ഏപ്രിൽ 10 മാറ്റി? ഇപ്പം എന്താ ഏപ്രിൽ 10 മാറ്റി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം ഉറപ്പില്ല. തുടരും എന്ന് പറഞ്ഞ സിനിമ എന്ന് ഇറങ്ങുമെന്ന് പോലും അറിഞ്ഞൂടാ. ഈ രണ്ട് സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരാൾ. കാരണം മോഹൻലാലിൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ അത് തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. എനിക്ക് എമ്പുരാനിലൊന്നും അത്ര വലിയ പ്രതീക്ഷയുള്ള സിനിമയല്ല. കാരണം എമ്പുരാൻ എന്ന് പറയുന്നത് എമ്പുരാനിൽ എൻ്റെ പ്രതീക്ഷ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിൽ ആദ്യത്തെ 35 മിനിറ്റ് ഹിന്ദി സിനിമ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്.
സബ് ടൈറ്റിൽ വായിച്ചായിരിക്കും മലയാളികൾ അത് മനസ്സിലാക്കേണ്ടത്. പിന്നെ സിനിമയിൽ എത്രയോ പെർസെൻറ്റേജ് ഹിന്ദിയാണെന്നുള്ളവർ പറയുന്നത്. അവർ എനിക്ക് തോന്നുന്നത് അവർക്ക് പറ്റാൻ പോകുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ പാൻ ഇന്ത്യ പിടിക്കുന്ന ഭാഗത്തിൽ ഹിന്ദി കുറേ ഇതിനകത്ത് അമിത പ്രസരമായിട്ട് ഹിന്ദി ഇറക്കുകയും മലയാളി കുടുംബ പ്രേക്ഷകർക്ക് അത് പിടിക്കാതെ പോവുകയും അവസാനം ഹിന്ദിയിൽ അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ 65% മലയാളമാണെങ്കിൽ ഈ മലയാള സിനിമയും അവിടെ അത്ര വലിയ ക്ലച്ച് പിടിക്കുന്ന സിനിമകളല്ല. ഇത് ഹിന്ദി സിനിമ 35 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മോഹൻലാൽ സിനിമകൾക്കൊന്നും ഹിന്ദിയിൽ അത്ര വലിയ പ്രാധാന്യമുള്ള സിനിമയല്ല. അത് അവിടെ പിടിക്കാൻ വേണ്ടി അവർ നോക്കുന്നതാണ്. പിന്നെ അതിനകത്ത് പൃഥ്വിരാജിന് കൂടുതൽ റോളുണ്ട്. അപ്പോൾ പൃഥ്വിരാജിന് അവിടെ ചെറിയ മാർക്കറ്റുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹിന്ദി ബോളിവുഡിലോട്ട് കയറി നമുക്ക് പിടിക്കാന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് കളക്ഷൻ വരാൻ വേണ്ടിയുള്ള ഓരോ ബുദ്ധിയായിരിക്കും. അതെങ്ങനെയാണെങ്കിലും ആ സിനിമയ്ക്കൊന്നും ഇപ്പോൾ പ്രതീക്ഷയില്ല. ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എൻ്റെ മനസ്സിൽ മോഹൻലാൽ തിരിച്ചു വരുമെന്നുള്ള ഏക പ്രതീക്ഷയുള്ള സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ പോലും ഇത്രയും റിലീസ് ഡേറ്റ് നീട്ടി പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് മലയാള സിനിമ മുമ്പോട്ട് പോകാൻ? മലയാള സിനിമയ്ക്ക് ഏറ്റവും നട്ടലായിട്ടുള്ള രണ്ട് താരങ്ങളാണ് മോഹൻലാൽ, മമ്മൂട്ടി. അപ്പോൾ അവരുടെ ഈ സിനിമകൾ ഇത്രയും ഏറെ പ്രതീക്ഷയുള്ള ഈ 2 സിനിമകൾ റിലീസ് ഡേറ്റ് മാറ്റി കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമകളുടെ റിലീസ് ഡേറ്റിന്? നമുക്ക് ഫാൻ ഫൈറ്റ് ഒന്നും അല്ല ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സിനിമകൾ റിലീസ് ഡേറ്റ് നീട്ടി കൊണ്ടുപോകുന്ന ഈ സിനിമയുടെ വിജയത്തെ ബാധിക്കുകയില്ലേ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നന്ദി, നമസ്കാരം.